നമ്മുടെ ലൈഫിൽ നമ്മൾ കർത്താവിൻ്റെ അടുത്തിരുന്നുള്ള ആനന്ദം കണ്ടെത്തണം. കാരണം ബാക്കി എല്ലാം ഫെയ്ഡ് ചെയ്ത് പോകും. ഈ ഭൂമി തന്ന എല്ലാറ്റിൻ്റെയും പ്രത്യേകത ഭൂമി തന്നതെല്ലാം ഭൂമി തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് ആരോഗ്യമുണ്ട്, ഭൂമി തന്നതാണ്. ആരോഗ്യം എല്ലാ കാലത്തേക്കും ഉണ്ടാവില്ലല്ലോ. ഭൂമി തന്നൊക്കെ ഭൂമി തിരിച്ചെടുക്കും. പണം, ഭൂമി തന്ന പണം ഭൂമി തിരിച്ചെടുക്കുന്നതിൻ്റെ പേരാണ് ദാരിദ്ര്യം. ഭൂമി തന്ന ആരോഗ്യം ഭൂമി തിരിച്ചെടുക്കുന്നതിൻ്റെ പേരാണ് രോഗം. ഭൂമി തന്ന മാനം ഭൂമി തിരിച്ചെടുക്കുന്നതിൻ്റെ പേരാണ് അപമാനം. ഭൂമി തന്ന സൽപ്പേര് ഭൂമി തിരിച്ചെടുക്കുന്നതിൻ്റെ പേരാണ് ദുഷ്പേര്. ഭൂമി തന്നതിൻ്റെ എല്ലാം പ്രത്യേകത ഭൂമി ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അത് തിരിച്ചു വാങ്ങിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ഭൂമി തന്നതെല്ലാം തിരിച്ചു കൊടുത്തിട്ടേ നമുക്ക് ഇവിടുന്ന് പോകാനും പറ്റത്തുള്ളൂ. എന്നാൽ ഒരു മനുഷ്യനിൽ നിന്ന് ലോകത്താർക്കും, ഭൂമിക്കാവട്ടെ പിശാചിനാവട്ടെ ലോകത്തിനാവട്ടെ, എടുക്കാൻ പറ്റാത്ത, മനുഷ്യന് ദൈവം കൊടുത്തതും മനുഷ്യനിൽ നിന്ന് ഒരിക്കലും ആർക്കും എടുക്കാൻ പറ്റാത്തതുമായ ഒരൊറ്റ കാര്യമേ മനുഷ്യനുള്ളൂ. അത് ദൈവത്തിൽ നിന്ന് അവന് കിട്ടുന്ന ആനന്ദമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ഈ 40 ദിവസം ഈ ദിവ്യകാരുണ്യത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് കർത്താവിൻ്റെ അടുത്തിരുന്ന് ആനന്ദം കണ്ടെത്താൻ ഒരു അഭിഷേകം തരണം. വേറെ ഒരു കാര്യത്തിലല്ല. ബാക്കി എന്താണ്? തിങ്സ് മേ കം ആൻഡ് ഗോ. എന്ത് കാര്യവും അത് വരാൻ പോവാം. ആരോഗ്യം വരാൻ പോവാം, സമ്പത്ത് വരാൻ പോവാം, മാനം വരാൻ പോവാം, പേര് വരാൻ പോവാം. അതിലല്ല നമ്മുടെ ആനന്ദം കിടക്കുന്നത്. നമ്മുടെ ആനന്ദം കർത്താവില്. സങ്കീർത്തനം 4:7, ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങ് എൻ്റെ ഹൃദയത്തിൽ തന്നു. അങ്ങനെ ഒരു ആനന്ദത്തിലേക്ക് വരാൻ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെർച്യു, പുണ്യം, പ്യൂരിറ്റിയാണ്. വിശുദ്ധി, പ്യൂരിറ്റി. വിശുദ്ധി എന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ അതുകൊണ്ട് അതിനെ കുറച്ചുകൂടെ റിസർവ് ചെയ്ത് സെക്ഷുവൽ പ്യൂരിറ്റി എന്ന് മാത്രമാക്കുകയാണ്. ലൈംഗിക വിശുദ്ധി, ശരീരത്തിൻ്റെ വിശുദ്ധി. ഇത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചിന്തകളിൽ, ഓർമ്മകളിൽ, ഭാവനയിൽ, സ്വപ്നത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ നോട്ടത്തിൽ, കേൾവിയിൽ. ഇപ്പോൾ വെറുതെ ഇരുന്നാൽ പോലും ഇത്തരം കാര്യങ്ങൾ പാവങ്ങൾക്ക് കുത്തി തലയ്ക്കകത്തേക്ക് വരാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കാൻ, ലൈംഗിക പരിശുദ്ധിയിൽ ജീവിക്കാൻ, സെക്ഷുവൽ പ്യൂരിറ്റിയിൽ ജീവിക്കാൻ കർത്താവേ എനിക്കൊരു കൃപ തരണമേ. അതാണ് നമ്മളിൽ ഈ ജീവൻ വെളിപ്പെടുന്ന വലിയൊരു തലം, ജീവൻ. ഞാൻ പിന്നീട് ജീവനെക്കുറിച്ച് പറയാം. അപ്പോൾ അത് പ്രാർത്ഥിക്കുക. പ്യൂരിറ്റി, സെക്ഷുവൽ പ്യൂരിറ്റിയാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പുണ്യം. സ്വാഭാവികമായിട്ടും ഒഴിവാക്കേണ്ട പാപം എന്ന് പറയുന്നത് ലസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ മോഹം അല്ലെങ്കിൽ ആസക്തി, ലൈംഗിക ദുരാശകൾ. ആ ദുരാശകൾ നമ്മളിൽ നിന്ന് മാറിപ്പോവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ന് എടുക്കേണ്ട ടാസ്ക് എന്താണ്? ടാസ്ക് നമുക്കിന്ന്, അതായത് കാണുക, നോക്കുക, രണ്ട് കാര്യമുണ്ട്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഞാൻ കാണുന്നു, ആ ക്യാമറ ഞാൻ കാണുന്നു, ആ ക്യാമറ ഞാൻ നോക്കുന്നു. നമുക്ക് കാണാം, ഒന്ന് നോക്കാൻ പാടില്ല. രണ്ടാമതൊന്നുകൂടി നോക്കണമെന്ന് ആഗ്രഹം വരുന്ന ഒരു 10 കാര്യങ്ങളെ നോക്കാതിരിക്കാനൊന്ന് ട്രൈ ചെയ്യുക. അതായത് ഒരു കാര്യം നമ്മൾ കാണുന്നു, ഒന്നുകൂടെ നോക്കാൻ, ഒരാളവിടെ നിൽക്കുന്നു, ഒന്നുകൂടെ നോക്കാൻ തോന്നുന്നെങ്കിൽ അത് ശരിയാവാം, തെറ്റാവാം. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാം പാപകരമായ നോട്ടമാവണമെന്നില്ല. ഒരു കാര്യം, നല്ലൊരു പടം കാണുന്നു, ഒന്നുകൂടെ നോക്കാൻ തോന്നുന്നു, നോക്കരുത്. അങ്ങനെ ഒരു 10 കാര്യങ്ങളിൽ ഒരാശയടക്കം പരിശീലിക്കുക. ഇത് ട്രെയിനിങ് ആയിട്ട് അങ്ങനെ പറ്റത്തുള്ളല്ലോ നമുക്ക്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കാണുന്നു, ഒരിക്കൽ കൂടി നോക്കാൻ ഒരാഗ്രഹം ഉള്ളിൽ വരുന്ന ഒരു 10 കാര്യങ്ങൾ. 10 ഞാൻ ഒരു എണ്ണം പറയുന്നതേ ഉള്ളത്. 2 ആവാം, 5 ആവാം, 7 ആവാം, 1 ആവാം. ഒന്ന് വെറുതെ ട്രൈ ചെയ്യാം. നമുക്ക് ഒരിക്കൽ കൂടി നോക്കണമെന്ന്, ഒരിക്കൽ കൂടി കാണണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളിൽ നിന്ന് കണ്ണ് പിൻവലിക്കാനുള്ള ഒരു പരിശീലനം. അതാണ് ഇന്നത്തെ ടാസ്ക്. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്. അത് ജോബ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണത്. ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കന്യകയെ എങ്ങനെ നോക്കും? ഇങ്ങനെ പ്രാർത്ഥിക്കാൻ: കർത്താവേ, എല്ലാ മോശപ്പെട്ട കാഴ്ചകളിൽ നിന്നും എൻ്റെ കണ്ണിനെ നീ പൊതിയണമേ. എല്ലാ മോശപ്പെട്ട കാഴ്ചകളിൽ നിന്നും, എല്ലാ മോശപ്പെട്ട ആഗ്രഹങ്ങളിൽ നിന്നും, എല്ലാ മോശപ്പെട്ട കാഴ്ചകളിൽ നിന്ന് എൻ്റെ കണ്ണിനെയും എല്ലാ മോശപ്പെട്ട ആഗ്രഹങ്ങളിൽ നിന്ന് എൻ്റെ ഹൃദയത്തെയും നീ കാത്തുകൊള്ളണമേ.
എല്ലാ ആവശ്യമില്ലാത്ത കാഴ്ചകളിൽ നിന്ന് എൻ്റെ കണ്ണുകളെയും എല്ലാ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളിൽ നിന്ന് എൻ്റെ ഹൃദയത്തെയും നീ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. ഈ 2ാമത്തെ ദിവസം ഈ പുണ്യം അഭ്യസിക്കുക, പാപം ഉപേക്ഷിക്കുക, പ്രാർത്ഥന പറഞ്ഞെന്ന് പ്രാർത്ഥിക്കുക, ടാസ്ക് പറഞ്ഞെന്ന് ചെയ്യുക. കൂടാതെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുർബാനയുടെ മുമ്പിൽ പോയിരിക്കണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, ഉപവാസം എടുക്കാൻ പറ്റുന്ന ഒരു ഉപവാസം എടുക്കണം. അങ്ങനെ ഈ 40 ദിവസത്തെ പ്രാർത്ഥനാ യാത്രയുടെ 2ാമത്തെ ദിവസം അനുഗ്രഹമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.